ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ പവനജ് വ്ലോഗ്സ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് ബസ് സിമുലേറ്റർ ഇൻഡോനേഷ്യയാണ് കളിക്കാൻ പോകുന്നത്. നമ്മൾ ഇൻഡോനേഷ്യ മാപ്പിലാണ് കളിക്കാൻ പോകുന്നത്. നമ്മൾ അന്നേരം ജയ്ഗുരുവിൻ്റെ ഒരു സ്കിന്നിങ് പൊക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ ഗൈസ്. നമ്മളപ്പം പോകാൻ പോകുന്നത് ബാൻഡങ് തൊട്ട് ജക്കാർട്ട വരെയാണ്. അപ്പോൾ നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. നമ്മളിപ്പോൾ ബാൻഡങ്ങിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇന്നർ വ്യൂ ആണ് കൊടുക്കുന്നത്. നമ്മുടെ പാസഞ്ചേഴ്സ് സ്റ്റിൽ വെയിറ്റിംഗ് ആണ് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ അവരുടെ അടുത്തിട്ട് പോവാം. ആദ്യം നമുക്ക് എൻജിനൊന്ന് ഒരു റൈസ് ചെയ്തെടുക്കാം ഗൈസ്. എൻജിനൊക്കെ ചിലപ്പോൾ മഴയെ കൊണ്ട് ഇതായിരിക്കും. അതുകൊണ്ട് നമുക്ക് എൻജിനൊന്ന് ആക്കിയിട്ട് ഫ്രണ്ടിലോട്ട് പോവാം ഗൈസ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുക ഉറപ്പായിട്ടും ഷെയർ ചെയ്യണം ഗൈസ്. പിന്നെ ഉറപ്പായിട്ടും ലൈക്ക് അടിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. നമ്മൾ ഈ വീഡിയോയ്ക്ക് പ്രതീക്ഷിക്കുന്നത് 1K ലൈക്കാണ്. അപ്പം നമ്മുടെ പാസഞ്ചേഴ്സ് എല്ലാം നമ്മുടെ ബസ്സിലൊക്കെ കയറിയിട്ടുണ്ട്. നമ്മളത് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി നേരം അത് കാണുന്നത് ഒരു സുഖമില്ലല്ലോ. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ കൂടെ വേറൊരു ബസ് പോകാനുണ്ട്. നമ്മുടെ മാപ്പപ്പോൾ അകത്തുണ്ട്. എനിക്കിതാണ് കുറച്ചുകൂടെ ബാലൻസ്. ഫ്രണ്ടിൽ മറ്റേ അല്ലാത്ത ക്യാമറ നോക്കുമ്പം ഫ്രണ്ട് കാണാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് നമുക്കൊന്ന് ക്യാമറ അകത്തെ ഇൻ്റർവ്യൂ ആണ് എടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ ക്യാമറയുടെ സെറ്റപ്പ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. എനിക്കാണെങ്കിൽ ഞാൻ ആദ്യം ജിന്നിൻ്റെ മോഡാണ് എടുക്കാൻ നോക്കിയത്. പക്ഷേലും മോഡ് എൻ്റെ ഈ ഫോണത് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ലിവർ എടുക്കുന്നത് ഗൈസ്. പക്ഷേ ലിവർ എടുക്കുമ്പം ആ ഒരു ഒറിജിനാലിറ്റി ഇടുന്നതല്ലേ ഉള്ളൂ. പക്ഷേലും കാണാൻ കൊള്ളാം ഗൈസ്. നമ്മളിന്നത്തെ ടാസ്ക് എന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഹെൽത്ത് 90 താഴെ പോകരുത്. 90 താഴെ പോയാൽ ഔട്ടാണ് ഗൈസ്. അതാണ് നമ്മൾ ഇന്നത്തെ ടാസ്ക് ഗൈസ്. ഈ വീഡിയോയ്ക്ക് ഉറപ്പായിട്ടൊരു സെക്കൻഡ് പാർട്ട് ഉണ്ടായിരിക്കും. ഈ വീഡിയോ നമുക്ക് ഫുള്ളായിട്ട് ഈ ഒരു ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടായിരിക്കും ഗൈസ്. അന്നേരം നിങ്ങളതും ഉറപ്പായിട്ടും കയറി കാണണം ഗൈസ്. അപ്പം നമ്മളെല്ലാം ട്രാഫിക് റൂൾസ് എല്ലാം പാലിച്ചേ പോകാറുള്ളൂ. എന്ത് ചെയ്യാന്ന് പറയാം ഗൈസ്. നമ്മൾ പിന്നെ ഓവർ സ്പീഡൊന്നുമില്ല. നമ്മൾ മാന്യൻ വേറെ 100, 110, 160 പോകത്തുള്ളൂ ഗൈസ്. ഗൈസ്, നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം ബസ് സിമുലേറ്റർ കളിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറയണം ഗൈസ്. ഇപ്പം തന്നെ നമ്മൾ ഇടിച്ച് 97 ആയിട്ടുണ്ട് ഗൈസ്. 3% കുറഞ്ഞു. ഇനി അപ്പോൾ ബാക്കി വേറെ 7% കൂടെ കുറഞ്ഞാൽ ഞാൻ ഈ ചലഞ്ചിൽ നിന്ന് കട്ടായി ഗൈസ്. അപ്പോൾ നമ്മൾ പിന്നെ ഒരു 120 പോകുന്നുണ്ട്, സ്വാഭാവികം. അപ്പോൾ നമ്മൾ ബാക്കിലൊക്കെ ഒരു ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല എന്ന് പറയാം. നമ്മൾ പിന്നെയും മാന്യനായിട്ട് നമ്മൾ സിഗ്നലൊക്കെ വലിച്ചേ പോകാറുള്ളൂ. ചില മാണ്ട് കേസ് നാളെ കൂടെ എടുത്തോണ്ടൊക്കെ പോവും. നമ്മൾ അത്രക്കാരല്ലേ. ഗ്രീൻ ലൈറ്റ് ആയപ്പോൾ നമ്മൾ സാവധാനം എടുത്തിരിക്കുന്നു. നമുക്ക് ധൃതിയൊന്നുമില്ല കേസ്. അപ്പോൾ നമ്മൾ ടേൺ അങ്ങ് എടുത്തിട്ടുണ്ട്. കൈയൊക്കെ ചുമ്മാ തട്ടുക കേസ്. ചുമ്മാ ഇൻഡിക്കേറ്റർ അങ്ങ് തന്നെ ഓണാവുക. ഇത് ചെയ്യാനെന്ന് ഗേസ്. നമ്മളപ്പം അവിടോട്ട് ചെന്നിട്ട് വീശി എടുക്കാനാണ് മാക്സിമം നോക്കുന്നത്. എന്താണ് സംഭവം എന്ന് അറിയില്ല. ചിലപ്പോൾ വണ്ടിയൊക്കെ ഫ്രണ്ടിലുണ്ടെങ്കിൽ പാടായിരിക്കും ഗേസ്. നമുക്ക് എന്തായാലും അങ്ങോട്ട് ചെന്നിട്ട് നോക്കാം. നമ്മളിപ്പോൾ ഒരു ജുമാ മസ്ജിദിൻ്റെ ഫ്രണ്ടിലാണ് ഗേസ് നിൽക്കുന്നത്. ഗേസ് വണ്ടി ഒന്നുമില്ലായിരുന്നത് വീശി നമ്മളെടുത്ത് ഗേസ്. ഇനി നമുക്കൊരു ലെഫ്റ്റ് വരുന്നുണ്ട്. ആ ലെഫ്റ്റ് നമുക്കൊന്ന് വീശിയെടുക്കാൻ പറ്റത്തില്ല ഗേസ്. ഫ്രണ്ടിലെല്ലാം വണ്ടിയാണ്. നമ്മൾ മാന്യ പിന്നെ ഇൻഡിക്കേറ്റർ ആക്കിയിട്ട് വളവാറുള്ളൂ ഗേസ്. നമ്മൾ അങ്ങനെ എന്താ ചീപ്പായിട്ട് നമ്മൾ കാണിക്കാറില്ല ഗേസ്. അതുകൊണ്ട് ഗേസ് നമ്മൾ കയറപ്പോൾ എടുത്ത് നമ്മുടെ അപ്പുറത്തോടെ കൊണ്ട് കയറ്റിക്കുന്ന ഗേസ്. എന്ത് ചെയ്യാനെന്ന് പറ. നമ്മളൊരു പാവമായി പോയില്ലേ. നമ്മൾ പിന്നെ ഒരു ലെഫ്റ്റ് എടുത്തിട്ടുണ്ട് ഗേസ്. നമ്മൾ പിന്നെ അതുപോലെ ഇൻഡിക്കേറ്റർ ഇട്ട് തന്നെ മാറുള്ളൂ ഗേസ്. നമ്മൾ അടുത്തൊരു വലിയൊരു സംഭവത്തിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് ഗേസ്. നിങ്ങൾക്ക് ഈ ഇഷ്ടപ്പെട്ട് കമൻറ്റ് ചെയ്യുക അടുത്ത് ഏത് ബസ് കൊണ്ടുവരണമെന്ന്. ഉറപ്പായിട്ട് ഞാൻ ആ ബസ് കൊണ്ടുവരാൻ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും. അത്രയ്ക്ക് പറ്റാത്തതാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും കമൻറ്റില്ലാതെ പിൻ ചെയ്യുന്നതായിരിക്കും ഗൈസ്. പിന്നെ നിങ്ങൾക്ക് ഈ മോഡ്സിൻ്റെ എന്താണ് പ്രശ്നം എന്ന് എനിക്ക് അറിയുന്നില്ല ഗൈസ്. അതുകൊണ്ടാണ് മോഡ്സ് മാക്സിമം ചെയ്യാൻ നോക്കിയാണ്, പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്നില്ല ഗൈസ്. എന്താണെന്ന് അറിഞ്ഞൂടാ ഗൈസ്.
പിന്നെ നമുക്കൊരു ഒരു ലൈറ്റ് വന്നിട്ടുണ്ട്, റെഡ് ലൈറ്റ് വീണിട്ടുണ്ട്. അന്നേരം നമ്മൾ പിന്നെയും മാലിനായതുകൊണ്ട് നമ്മൾ അവിടെ തന്നെ നിർത്തുകയാണ്. നമ്മൾ നേരെയാണ് പോകുന്നത്. മഴയൊക്കെ ഉണ്ട് ഗൈസ്, നല്ല മഴയാണ്, നല്ല ഇടിയൊക്കെ വെട്ടുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പം 95% വീണ്ടും കുറഞ്ഞിട്ടുണ്ട് ഗൈസ്. ദൈവമേ ചലഞ്ച് തോക്കല്ലേ എന്ന് പ്രാർത്ഥിച്ച ഒറ്റ പോക്ക ഗൈസ്. നോക്കൂ ഗൈസ്, നമുക്ക് വേറെ 102 ലിറ്റർ പെട്രോളേ ഉള്ളൂ ഗൈസ്. നമുക്ക് ഉടനെ താമസിക്കാതെ അടിക്കണം ഗൈസ്. നേരം നിങ്ങൾക്ക് ഈ ജയ്ഗുരുജിന് ഇഷ്ടപ്പെട്ടെന്ന് പറയാം ഗൈസ്. ഞാൻ ഒത്തിരി മോഡിഫൈഡ് ഇല്ലെങ്കിലും കുറച്ചൊക്കെ മോഡിഫൈഡ് ഉണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ മഴയൊക്കെ ഓടി മാറിയിട്ടുണ്ട് ഗൈസ്. എന്താ ഒരു സമാധാനം, ഇതാണ് വൈബ് ഗൈസ്. ഈ കേരള മാപ്പും ഇതിനകത്ത് വർക്ക് ചെയ്യുന്നില്ല ഗൈസ്, ഞാനത് നോക്കിയായിരുന്നു. പിന്നെ വീണ്ടും നമ്മുടെ യാത്ര അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മൾ വീണ്ടും 120, 150 അങ്ങനെ പൊക്കോണ്ടങ്ങ് ഇരിക്കും ഗൈസ്. നമ്മൾ പിന്നെ അടിച്ചങ്ങ് വിടുമല്ലേ, തള്ളല്ല കേട്ടാ, നമ്മൾ വണ്ടി സ്പീഡിലങ്ങ് അടിച്ച് വിടുമെന്നാണ് ഉദ്ദേശിച്ചത്. അപ്പം വീണ്ടും നമ്മുടെ റെഡ് ലൈറ്റ് ഗ്രീൻ ലൈറ്റ് ആയിരുന്നു, അതുകൊണ്ട് നമ്മൾ നിർത്താതെ പോവാണ് ഗൈസ്. ഗ്രീൻ ലൈറ്റ് കണ്ട് യാതൊരു കുഴപ്പമില്ലായിരുന്നല്ലോ, അതുകൊണ്ട് നമ്മൾ റെഡ് ലൈറ്റ് നിർത്താതെ, റെഡ് ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഗ്രീൻ ലൈറ്റ് അടിച്ചിട്ട് പോവാണ് ഗൈസ്. നമ്മൾ ഒത്തിരി പാസ് ചെയ്ത് പക്ഷേ ആരും മാറ്റി തരുന്നില്ല. പിന്നെ ഒരു റെഡ് ലൈറ്റ് വന്നിട്ടുണ്ട്, അത് ഗ്രീൻ ലൈറ്റ് ആയപ്പോൾ തന്നെ നമ്മൾ എടുത്തുകൊണ്ട് പോയി ഗൈസ്. എന്ത് ചെയ്യാനെന്ന് പറ, ഓരോരോ സംഭവങ്ങളെ. അപ്പോൾ നമ്മൾ പിന്നെ ഒരു വീശി എടുക്കുന്ന വളവ് വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ വളവും വീശി എടുത്തിട്ടുണ്ട് ഗൈസ്. അന്നേരം നിങ്ങളിപ്പോൾ വിചാരിക്കുക എന്താണ് വീശി എന്നൊരു നീട്ടമെന്ന്, ചുമ്മാ ഒരു വൈബ് ഗൈസ്. നമ്മുടെ മാപ്പ് അപ്പോൾ എക്സ്ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കുറച്ചൊരു ലാഗുണ്ട്, അത് നെറ്റ്വർക്കിൻ്റെ എറർ ആയിരിക്കും. അന്നേരം ട്രക്ക് സിമുലേറ്ററിൻ്റെ ഒരു ആഡായിട്ടാണ് ഇതിൻ്റെ ഇടയ്ക്കകത്ത് ഒരു ഇത് കൊടുത്തേക്കുന്നത് ഗൈസ്. അപ്പോൾ ഇച്ചിരി ലാഗ് എടുക്കും. അപ്പോൾ നമുക്ക് ഡൗൺലോഡ് ആവാതെ നിൽക്കാം. തിരിച്ചു വന്നു ഗൈസ്. അപ്പോൾ നമ്മൾ പിന്നെയും ഓടിക്കാൻ തുടങ്ങിയാണ് ഗൈസ്. അപ്പം ഈ അപ്പുറത്തോട്ട് ലോറി വരുന്നുണ്ട്, ഭാഗ്യത്തിന് അവൻ ഇപ്പുറത്തോട്ട് കയറിയില്ല. നമ്മളെല്ലാവർക്കും പാസ് അടിച്ചടിക്കുന്നുണ്ട്, എന്തിനാണെന്നറിയില്ല, ചുമ്മാ അങ്ങ് അടിക്കുക. മാറ്റി തരുന്നത് മാറ്റി തരട്ടെ ഗൈസ്. പിന്നെ ആണെങ്കിൽ നമ്മൾ അതുകൊണ്ട് ഫ്രണ്ടിലൊരു ബസ്സിനെ റഷ് ഓവർടേക്ക് നോക്കുന്നുണ്ട്. ഓ ഗൈസ്, ഇടിച്ച് ഭാഗ്യം 1% കുറഞ്ഞുള്ളൂ ഗൈസ്. ഞാൻ ബ്രേക്ക് പിടിച്ചുകൊണ്ട് 1% കുറഞ്ഞിട്ടുള്ളൂ. നമ്മൾ പിന്നെ ഒരു അടുത്തൊരു വളവ് വന്നിട്ടുണ്ട്, വീശി എടുക്കാൻ പറ്റുന്നൊരു വളവ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ യെസ് ഗൈസ്, നമ്മൾ ആ ബസ്സിനെ നിഷ്പ്രയാസം ഓവർടേക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പുറത്തൊരു ലോറി വരുന്നുണ്ടായിരുന്നു, പക്ഷെ നമുക്കൊന്നും വിഷയമല്ല, ഇതൊക്കെ സീനായിട്ട് നമ്മൾ എടുക്കത്തില്ലേ. ലോറിക്കാരൻ വരുന്നുണ്ട്, അവനെ നമ്മൾ ഓവർടേക്ക് ഇപ്പം ചെയ്യും ഗൈസ്. ഞാൻ ഈ ലോറിയെ ഓവർടേക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കണം ഗൈസ്. അപ്പോൾ ലോറി ഓവർടേക്ക് ചെയ്തിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ലൈക്ക് അടിക്കുമല്ലോ. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പം താഴത്തെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനെ തന്നെ അതിൻ്റെ ഇത് കിട്ടുന്നതാണ് ഗൈസ്. ഗൈസ്, നമ്മൾ അടുത്ത കാറിനെ ഓവർടേക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് 94% ഹെൽത്തുള്ളൂ ഗൈസ്. ദൈവമേ 90 താഴെ പോവല്ലേ ഗൈസ്, പ്രാർത്ഥിക്കൂ ഗൈസ്, പ്രാർത്ഥിക്കൂ. നമ്മളങ്ങനെ വീണ്ടും നമ്മുടെ മാസ് യാത്ര റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പം നമ്മൾ വേറൊരു വളവ് വരുന്നുണ്ട്, അവിടെ നമ്മൾ നേരെ ഒന്ന് വീശി റൈറ്റ് എടുക്കുന്നുണ്ട് ഗൈസ്. വീശി റൈറ്റ് എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ പിന്നെ വെച്ച് പിടിക്കുകയാണ് ഗൈസ്. നമ്മൾ ആക്സിലേറ്ററിൽ നിന്ന് കാലെടുക്കുന്നേ ഇല്ല, ബ്രേക്ക് കാൽ തൊട്ടിട്ടേ ഇല്ല. അതാണ് വൈബ്, ഏത് മൂഡ്, പൊളി മൂഡ്. അപ്പോൾ നമ്മൾ അടുത്ത ഈ ലോറിയെ ഓവർടേക്ക് ചെയ്യാൻ പോകണം ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ട്രക്ക് സിമുലേറ്റർ ഐഡി അവിടെ ഒരു വീഡിയോ ഞാൻ ഇടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റിൽ കമൻറ്റ് ചെയ്ത് ഗൈസ്. പിൻ ചെയ്ത് ആകെ സ്ലിപ്പായി പോയി ഗൈസ്. അപ്പം ജസ്റ്റ് മിസ്സിനാണ് ഗൈസ് നമ്മൾ ആ ലോറിക്കാരനെ അടിക്കുന്നത്. അപ്പം ഇനി അടുത്തത് ഇവൻ കുറച്ച് നേരമായിട്ട് ഫ്രണ്ടിൽ നിൽക്കാൻ പാടില്ല, ഇവനെ അങ്ങ് ഓവർടേക്ക് ചെയ്യാം. ഓവർടേക്ക് ചെയ്ത് ഒറ്റ മൈൻഡ്. അപ്പോൾ അപ്പോഴത്തേനും അപ്പുറത്ത് നിന്ന് വരുന്നുണ്ട് ഗൈസ്.
അവനൊക്കെ ഒരു വിഷയമാണ് നമ്മൾ ഇതല്ല ഇതിനപ്പുറം ചാടി കടന്നവനാണ് ഈ KK ജോസഫ് എന്നുള്ളതല്ലേ നമ്മുടെ മുദ്രാവാക്യം. അപ്പോൾ പിന്നെ നമുക്കൊക്കെ നിഷ്പ്രയാസമല്ലേ ഗേസ്. അപ്പോൾ നമ്മളാണെങ്കിൽ അടുത്ത് എനിക്ക് സിഗ്നൽ ഉണ്ട്, പക്ഷേ നമ്മൾ ഒത്തിരി മര്യാദ ഒരു സുഖമല്ലല്ലോ, നമ്മളങ്ങ് സ്കിപ്പ് ചെയ്ത് ഗേസ്, സിമ്പിൾ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് റൈറ്റ് എടുത്ത് നേരെ പോവുകയാണ് ഗേസ്. നല്ല രസമുള്ള പാലല്ലേ, നല്ല രസമുണ്ട് ഗേസ് അത് കാണാൻ. നമ്മളകത്ത് ഈ മോഡ്സ് ആയിരുന്നെങ്കിൽ നമുക്ക് അകത്ത് ആ മാലയൊക്കെ നല്ല രസമുണ്ടായിരുന്നു ഗേസ്. പക്ഷേ മോഡ് ഞാൻ പറഞ്ഞല്ലോ അവൈലബിൾ അല്ലായിരുന്നു, അതിനകത്ത് കയറുന്നില്ലായിരുന്നു മോഡ്സ് ഗേസ്. നമ്മളൊരു 160 വരെ മാക്സിമം സ്പീഡ് ഉണ്ട്, പക്ഷേ ഹൈവേ കയറുമ്പോഴേ പറ്റുന്നുള്ളൂ ഗേസ്. ഈ കൊച്ചി റോഡ് കൂടെ എങ്ങനെ പോകും ഗേസ് 160? അല്ലെങ്കിൽ ഞാൻ എപ്പോഴും 120 അടിച്ചേനെ ഗേസ്. നമ്മുടെ മാക്സിമം സ്പീഡ് 160, അത് കുറഞ്ഞൊരു കളി നമുക്കില്ല ഏത്. അപ്പോൾ നമ്മൾ അടുത്ത ലോറിയും ഫ്രണ്ട് വന്നിട്ടുണ്ട് ഗേസ്. അതിനെ നമ്മളിപ്പം നിഷ്പ്രയാസം ഓവർടേക്ക് ചെയ്തതാണ് ഗേസ്. നമുക്ക് അവനങ്ങ് ഓവർടേക്ക് ചെയ്യാം ഗേസ്. യെസ്, ടക്ക് നമ്മൾ ഓവർടേക്ക് ചെയ്യാണ് ഗേസ് അവനെ. അടുത്തൊരു ആംബുലൻസ് ഒക്കെ പോകാൻ പാടില്ല. നമ്മൾ ആംബുലൻസ് അല്ല അതിനപ്പുറവും ചാടി കിടന്നതാണ് ഗേസ്. നമ്മളിപ്പോൾ ആംബുലൻസിനെ ഇപ്പോൾ ഓവർടേക്ക് ചെയ്യുന്നതിനാണ് ഗേസ്. ഗോ 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 അപ്പുറത്ത് കയറി വന്നാണ് ഗേസ് വിഷയമായത്. അതുകൊണ്ട് നമ്മൾ ബ്രേക്ക് പിടിച്ചിട്ട് നമ്മൾ ആ സ്പീഡ് അങ്ങ് പോയി ഗേസ്. അവൻ ഫ്രണ്ടിൽ കയറി പോകുന്നില്ല ഗേസ്. റഷ് 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 റഷ്. അപ്പോൾ നമ്മളിതിനെ അവനെ ഉറപ്പായിട്ടും തോപ്പിച്ചിരിക്കും ഗേസ്. നമ്മളിത് വെച്ച് പിടിക്കുക. 100-110 നേരെ പോയി ഗേസോ. അപ്പോൾ അവനെ നമ്മൾ ഓവർടേക്ക് ചെയ്യുന്നുണ്ട് ഗേസ്. അടുത്തായിട്ട് ഇനി ആരാണ് അടുത്ത് നമ്മളടുത്ത് റേസ് ചെയ്യാൻ പറ്റുന്നത് ഗേസ്. ഓ ഗേസ് അപ്പോഴത്തേനും മാപ്പ് മാറിപ്പോയി ഗേസ്. പിന്നെ നമ്മുടെ സാധനം ലോഡായി വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ നേരെ 100 കിലോമീറ്റർ സ്പീഡാണ് പോകുന്നത്. നമ്മൾ നേരത്തെ 100 സംതിങ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് പിന്നെ നമ്മൾ 100 കിലോമീറ്റർ സ്പീഡ് ആ ഒരു മാപ്പ് ലോഡ് ചെയ്തപ്പോൾ തന്നെ തിരിച്ച് വന്നിട്ടുണ്ട് 100 കിലോമീറ്റർ സ്പീഡ് കേസ്. അപ്പോൾ നമ്മൾ വീണ്ടും വെച്ച് പിടിക്കാൻ 100-110 100-120 നമ്മൾ കയറുന്നുണ്ട്. ഇതൊക്കെ എന്ത്, നമ്മളപ്പം ആ ലോറി ഓവർടേക്ക് ചെയ്തിട്ടുണ്ട്, ആ ഒരു വാനിനെ ഓവർടേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പുറത്ത് നേരത്തെ ലൈറ്റ് കാണിക്കുന്നുണ്ട് കേസ്. നമ്മൾ അവൻ ഇടിക്കാതിരിക്കാൻ മാക്സിമം നോക്കി. അപ്പോൾ നമ്മുടെ പ്രയത്നം വിജയകരമായി നമ്മൾ ഇരിക്കാതിരുന്നിട്ടുണ്ട് ഗേസ്. അതാണ് ഞാൻ ഗേസ്. അപ്പോൾ നമ്മൾക്ക് ഈ ഫോർച്യൂണറാണോ ഏത് വണ്ടി എനിക്ക് ക്ലിയർ ആയിട്ട് അറിഞ്ഞൂടെ, കണ്ടൊരു ഫോർച്യൂണറും ടച്ചൊക്കെ ഉണ്ട് ഗേസ്. അപ്പോൾ നമുക്ക് അവനെയും കൂടെ ഒന്ന് ഓവർടേക്ക് ചെയ്താലേ ഏത്. അപ്പോൾ നമുക്ക് അവനെയും കൂടെ ഒന്ന് ഓവർടേക്ക് ചെയ്യാം ഗേസ്. അപ്പുറത്തൊന്നും ഒത്തിരി ഉണ്ടായിരുന്നു. നമുക്ക് അവനെ പാസ്വേഡ് കൊടുത്ത് പാസ്വേഡ് അടിക്കുന്നുണ്ട്, നമ്മൾ ഹോൺ അടിക്കുന്നുണ്ട്. പക്ഷേ അവൻ വഴി മാറുന്നില്ല ഗേസ്. നമ്മളപ്പം പിന്നെ ആണെങ്കിൽ നമ്മൾ വൈപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വൈപ്പർ ഭയങ്കരമായിട്ട് മഴ പെയ്യുന്നുണ്ട് ഗേസ്. ഗേസ് നമ്മളപ്പം ആ ഫോർച്യൂണറുകാരനെ ഓവർടേക്ക് ചെയ്തിട്ടുണ്ട് ഗേസ്. മഴ ഭയങ്കരമായിട്ട് പെയ്യുന്നുണ്ട് ഗേസ്, അതുകൊണ്ട് നമ്മൾ വൈപ്പറിൻ്റെ മാക്സിമം സ്പീഡിട്ടൊക്കെയാണ്. ഗേസ് പോലീസ് നമ്മളെന്തെങ്കിലും പെറ്റിയടിക്കുമോ ഗേസ്. ഇതൊക്കെ എന്ത് പോലീസ് അല്ല MVD വന്നാലും നമ്മളൊന്നും പറ്റത്തില്ല ഗേസ്. അതാണ് പവനേജ് വ്ളോഗ്സിൻ്റെ പവർ ഗേസ്. അപ്പോൾ നമ്മളൊരു ബൈക്കുകാരനെ ഇടിക്കാൻ പോയി, പക്ഷേ ഇടിച്ചു. 93 ലൈഫായി കുറഞ്ഞു, 1% ലൈഫ് കുറഞ്ഞിട്ടുണ്ട് ഗേസ്. ഭാഗ്യം 90 ആയില്ലല്ലോ ഗേസ്. അതാണ് നോട്ട് ദ പോയിന്റ്. അപ്പോൾ നമ്മളടുത്ത ട്രക്കുകാരനെ ഓവർടേക്ക് ചെയ്യാൻ പോകണം ഗേസ്. നമ്മളത് ലൈറ്റൊക്കെ ചെറുതായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗേസ്. എന്താണെന്ന് വെച്ചാൽ മഴയാകുമ്പോൾ ചെറുതായിട്ട് ഒന്ന് കാണാനൊക്കെ ഒരു വിസിബിലിറ്റി കുറവാകുമല്ലോ. നമ്മൾ മഴയത്ത് കാണാൻ വേണ്ടി കുറച്ച് ലൈറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഴയൊക്കെ ഇപ്പോൾ കുറഞ്ഞ് ഗേസ്. അപ്പോൾ നമുക്ക് വൈപ്പർ അങ്ങ് നൈസായിട്ട് ഓഫാക്കാം. ഓഫായി ഗേസ്. വൈപ്പർ ഓഫായിട്ടുണ്ട്, ലൈറ്റ് ഓഫായി ഗേസ്. അപ്പോൾ നമ്മൾ ആ വാനിനെ ഓവർടേക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ പാസേജ് എടുത്തുകൊണ്ട് ആ മാനിനെ ഉണ്ടാവും നിർത്തി തന്നു ഗേസ്. അല്ലെങ്കിൽ അവൻ്റെ വണ്ടികൾ കയറി നമുക്ക് 90 താഴെ പോയി നമ്മൾ ഹീൽ ചലഞ്ച് ചെയ്യുന്ന ഔട്ടായതിനെ ഗേസ്. എന്ത് ചെയ്യണമെന്ന് പറ. കുറേ നല്ലവന്മാരുണ്ട് ഗേസ്, അന്നേരം നമുക്ക് അവന്മാരെ നിർത്തിത്തരും. അതാണ് നമ്മുടെ വിജയം. അന്നേരം ഇപ്പോൾ വീണ്ടും റെഡ് ലൈറ്റ് വന്നിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ പിന്നെ മര്യാദരാമനായിട്ടുണ്ട് കേസ്. അന്നേരം നമ്മൾ വീണ്ടും നമ്മൾ നിർത്തി കൊടുത്തിരിക്കുകയാണ്. എന്ത് ചെയ്യാനാണ്, നമ്മൾ ഉള്ള റൂൾസ് എല്ലാം അങ്ങ് പാലിക്കുക. ചില സമയത്ത് നമുക്ക് സ്പീഡ് കുറഞ്ഞു പോകുന്നത് തോന്നുമ്പോൾ മാത്രമുള്ള കേസ് നമ്മളങ്ങ് നിർത്തി കൊടുക്കുന്നത്. അല്ലാതെ ചില സമയത്ത് അങ്ങനെ തോന്നുമ്പോൾ മാത്രമുള്ള കേസ് നമ്മൾ കയറി പോകുന്നത്. അല്ലാതെ നമ്മൾ ഭയങ്കര മാന്യമാണ് കേസ്. അപ്പോൾ നമ്മൾ നിർത്തി കൊടുക്കാറുണ്ട്. നമ്മളല്ലാതെ റൂൾസ് ഒന്നും പാലിക്കുക ഒരു കളിയിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മസ്റ്റ്. അതാണ് കേസ്.
അപ്പോൾ ഇനി ആരും ഫ്രണ്ട് ഇല്ലല്ലോ, ഒരുത്തനെ കാണുന്നില്ല ഗേസ്. എന്തൊരു വിധിയാന്ന് പറ ഗേസ്. ആരെല്ലാം വേണമെന്നുണ്ടോ ഗേസ്? നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം ഗേസ്. ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ വീഡിയോ ഇടുന്നതാണ് ഗേസ്. പ്ലീസ് ഗേസ്. നമുക്കൊരു പമ്പ് വന്നിട്ടുണ്ട് ഗേസ്. നമുക്കപ്പോൾ പമ്പിനകത്ത് കയറ്റി അങ്ങ് അടിക്കാം. പമ്പിനകത്ത് പെട്രോൾ അങ്ങ് അടിച്ച് വെക്കാം ഗേസ്. 85 ലിറ്റർ പെട്രോളേ ഉള്ളൂ ഗേസ്. നമുക്കപ്പം 85 എത്ര ആവണം ഗേസ്? നിങ്ങൾ പറ, റൗണ്ട് ചെയ്ത് പറ. അപ്പോൾ നമ്മൾ കാശ് തന്നെ ഇറക്കി അങ്ങ് ഇട്ടേക്കണം ഗേസ്. നമ്മൾ കാശ് ഇറക്കിയേ പെട്രോൾ അടിക്കുള്ളൂ. നമ്മൾക്ക് ആഡിൻ്റെ പരിപാടി ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ക്യാഷ് ഇറക്കി പെട്രോൾ അടിച്ചിരിക്കുകയാണ് ഗേസ്. ഇതിൻ്റെ അകത്ത് കുറേ ഭാഷയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഗേസ്, ഒന്നും മനസ്സിലാകത്തില്ല ഗേസ്. അപ്പം നമ്മുടെ ഇതിനകത്ത് 1000 ഒക്കെ പോകുന്നുണ്ട് ഗേസ്. 1300 1400 പോകുന്നുണ്ട് ഗേസ്. അപ്പം നമ്മൾ 200 ലിറ്റർ പെട്രോൾ നമ്മുടെ ടാങ്കിനകത്ത് ഗേസ്. അത് മതി നമുക്ക് ഈ ട്രിപ്പ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ മതി ഗേസ്. അപ്പോൾ നമ്മൾ 200 ലിറ്റർ പെട്രോളാണ് നമ്മുടെ നിലവിൽ നമ്മുടെ വണ്ടിക്കകത്തുള്ളത്. കുറയാതിരിക്കട്ടെ ദൈവമേ, പെട്രോൾ അടിക്കേണ്ടി വരല്ലേ. എൻ്റെ 1000 രൂപ പോയി ഗേസ്. 1125 രൂപ പോയി ഗേസ് എൻ്റേത്. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര കഴിയാറാകാതെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗേസ്. അപ്പം ആണെങ്കിൽ നമ്മൾ പിന്നെ ഒരു സിഗ്നൽ വന്നിട്ടുണ്ട്. നമ്മൾ വീണ്ടും അവിടെ തന്നെ നിർത്തി കൊടുത്തിട്ടുണ്ട് ഗേസ്. പക്ഷേ നമുക്ക് ഫ്രീ ലെഫ്റ്റുള്ള നമ്മൾ കയറി അങ്ങ് പോയി ഗേസ്. അപ്പോൾ പിന്നെ ആണെങ്കിൽ ഇത് ഇപ്പം ഒരു വരി പാതയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ അപ്പുറത്തോളം ഓവർടേക്ക് ചെയ്യാൻ പാടാണെങ്കിലും ട്രൈ ചെയ്യുന്നുണ്ട് ഗേസ്. പക്ഷേ വണ്ടിയൊന്നുമില്ല ഗേസ്. പിന്നെ അങ്ങനെ ഞാൻ ട്രൈ ചെയ്തിട്ടും കാര്യമില്ലല്ലോ, വണ്ടിയില്ലാതെ എങ്ങനെ ഓവർടേക്ക് ചെയ്യും ഗേസ്. പിന്നിപ്പം ആ ത്രില്ലങ്ങ് പോയി ഗേസ്. അപ്പം നടുക്കൂടെ മറ്റേ ഒരു ഗാർഡൻ സെറ്റപ്പ് വന്നപ്പോഴത്തേന് ആ ത്രില്ല് പോയി ഗേസ്. നമുക്ക് മറ്റേ അപ്പുറത്ത് നമ്മൾ ഈ ലൈനിൽ കൂടെ പോകുന്നത് അപ്പുറത്തെ ലൈനിൽ കൂടെ വരുന്നതാണ് ഗേസ് എനിക്കിഷ്ടം. പക്ഷേ അത് പോയി ഗേസ്. എന്ത് ചെയ്യാനെന്ന് പറയാം, ഓരോ ഇന്തോനേഷ്യ മാപ്പേ. ഈ ആദ്യമായിട്ടായിരിക്കും ഗേസ് ഇന്തോനേഷ്യ മാപ്പിൽ കൂടെ ജിന്നിൻ്റെ വണ്ടി വന്നത്. ഏതാ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് ചുമന്ന കാറിനെ നമുക്ക് ഓവർടേക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നമുക്ക് ഈ ഒരു പാലത്തിൻ്റെ താഴെ വരെ എത്തി ഗേസ്. അപ്പോൾ നമ്മൾ പാലത്തിൻ്റെ താഴെ എത്തിയിട്ടുണ്ട്. നമുക്കൊരു ആംബുലൻസിൽ അങ്ങ് ഓവർടേക്ക് ചെയ്താലേ. ആംബുലൻസൊക്കെ പതുക്കെ പോയത്, നമ്മളാണ് അർജൻറ്റ്. നമ്മൾ ആൾക്കാരെ വഹിച്ചുകൊണ്ട് പോയില്ലേ ഗേസ്. അപ്പോൾ നമ്മൾ ആംബുലൻസിനെ അങ്ങ് നൈസായിട്ട് ഓവർടേക്ക് ചെയ്യുന്നുണ്ട് ഗേസ്. അപ്പോൾ നമ്മൾ പിന്നെയും വെച്ച് പിടിക്കുകയാണ് ഗേസ്. എവിടേക്കാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഗേസ്, എവിടേക്കാണെന്ന്. ഞാൻ ആദ്യം പറഞ്ഞുകൊണ്ട് ഇനി നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഗേസ്. അപ്പം ഞാൻ ക്ഷീണിതനായിട്ടുണ്ട് ഗേസ്. അന്നേരം ഇന്നത്തേത് ഇത്രയും മതി ഗേസ്. ഇത്രയും മതി. അടുത്തത് ഉറപ്പായിട്ടും ഞാൻ പാർട്ട് 2 ആയിട്ട് വരുന്നതായിരിക്കും. അതിന് നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് വേണം, ഷെയർ വേണം, സബ്സ്ക്രൈബ് വേണം ഗേസ്. പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം അടുത്തത് ഏത് ബസ് കൊണ്ട് വരണമെന്ന്. നമുക്കിപ്പോൾ ജിന്നല്ലേ, അടുത്ത ഏത് ബസ് കൊണ്ട് വരണം നിങ്ങൾ പറയുക ഗേസ്. മോഡ് മാത്രം പറയില്ലേ, ഓൺലി ലിവറി. നമ്മളെ കൊണ്ട് പറ്റുന്ന ബസ്സാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും കൊണ്ടുവരും ഗേസ്. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും പറയാം. താങ്ക്സ് ഫോർ വാച്ചിങ്.